അങ്ങനെ നമ്മൾ പൂപ്പാറ കഴിഞ്ഞ് ഇപ്പോൾ ചിന്നക്കനാൽ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ചിന്നക്കനാലിലെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇത്. ഇവിടെയാണ് നമ്മൾ അരിക്കൊമ്പിനും ചക്കക്കൊമ്പിനൊക്കെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു കാഴ്ച, ഒരു പ്രത്യേകത, നമ്മൾ ആ മലയുടെ താഴെ നിൽക്കുന്ന ആ കോടയുടെ കാഴ്ചകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതായത് തണുപ്പ് കാലം തുടങ്ങുന്നതിൻ്റെ ഒരു ആദ്യപടി എന്നുള്ള രീതിയിലൊക്കെയാണ് ശരിക്കും ആ ഒരു കാഴ്ചകൾ. പ്രത്യേകിച്ചും പിന്നെ ഇന്നലെ വൈകിട്ട് മഴയും കൂടെ പെയ്തിരിക്കണമുണ്ട്. ഈ രീതിയിലുള്ള കാഴ്ചകൾ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളിങ്ങനെ കിട്ടുന്നു. അങ്ങനെ ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തി. മിക്കവാറും ഈ പ്രദേശങ്ങളിൽ ഇന്ന് ജോലിക്ക് പോകുന്ന ബസ് ഇപ്പോൾ ഏകദേശം ആൾക്കാരാണ് ഈ ബസ്സിൽ അധികം യാത്രക്കാരും. അവർ തേനിയിൽ ബോഡി നായ്ക്കന്നൂർ സ്ഥലത്ത് യാത്ര ചെയ്യുന്നവർ പലരും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ബസ് പക്ഷേ ചെല്ലുമ്പോഴത്തേക്കും ഒരു 10:30 മണിയാവും. തേനിയിലെത്താൻ ഒരു 10:30 മണിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4 മണിക്കൂറാണ് മൂന്നാറിൽ നിന്ന് തേനി വരെ ബസ് ഓടിയെത്തുന്നതിന് എടുക്കാറുള്ളത്. അധിക റോഡും വലിയ കയറ്റവും ഇറക്കമൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ സ്പീഡിലൊന്നും ഇതിൽ പോകില്ല. അത് മാത്രമല്ല, ഇത് എവിടെയും നിർത്തുന്ന ഓർഡിനറി ബസ്സുകളാണ് ഇതിലെ സാധാരണ സർവീസ് നടത്തുന്നത്. തമിഴ്നാടിൻ്റെ എക്സ്പ്രസ് ബോർഡ് വെച്ച ബസ്സുകൾ ഈ വഴിക്ക് കയറി വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട്. പക്ഷേ രണ്ടിനും ഏകദേശം ഒരേ ടിക്കറ്റ് ചാർജാണ്. നമ്മൾ ബോഡിമെട്ട് എന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട്ടിലെത്തുമ്പോഴത്തേക്കും ടിക്കറ്റ് വളരെ വ്യത്യാസം വരും, ചാർജിന് വളരെ വ്യത്യാസം വരും. അതുപോലെ ഈ കടന്ന് പോകുന്ന വഴിക്ക് ചില കാട്ടുപൂക്കളുടെ ഒരു സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒക്കെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ ബസ്സിൻ്റെ ഇടത്ത് വശത്തെ മുൻനിര സീറ്റുകളിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു കാഴ്ചകൾ പ്രത്യേകിച്ചും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇത് ക്യാമറയിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബോഡിമെട്ട് എന്നുള്ള സ്ഥലമാണ്. മിക്കവാറും ബസ് ചായ കുടിക്കാനായിട്ട് അവിടെ ഒരു 10 മിനിറ്റ് നിർത്താനുള്ള സാധ്യതയുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ബോഡിമെട്ട് എത്തുന്ന ഒരു സമയം നോക്കിയിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഈ കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് ചെമ്പരത്തിപ്പൂവുകളുടെ കാഴ്ചകളുണ്ടായിരുന്നു. വേറെ ഒരു സ്റ്റോപ്പ് അങ്ങനെ കടന്നു പോകുന്നു. ഏതാണ്ട് ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ 3 കിലോമീറ്ററോളം മുകളിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചുരമാണ്. ആ ചുരം ഏകദേശം 17 ഹെയർ പിന്നാണ് ആ ചുരത്തിനുള്ളതെന്നാണ് ഞാൻ നേരത്തെ പോകുമ്പോഴൊക്കെ ഞാൻ മിക്കവാറും ഓരോ ഹെയർ പിന്നിലും എഴുതി ചേർന്നിട്ടുണ്ട്. അപ്പോൾ 17 ഹെയർ പിന്നാണ് ആ ചുരത്തിനുള്ളത്. ആ ചുരം ഇറങ്ങുമ്പോഴും താഴത്തെ കാഴ്ചകൾ നമുക്ക് ലഭ്യമാവും, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ ഞാൻ ആ കാഴ്ചകൾ ഇതുവരെ ഞാൻ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത്ര കൃത്യമായിട്ട് ഒരു സീറ്റിംഗ് ഇത് കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇതുവരെ ആ ഒരു പരിപാടിയിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ബോഡിമെട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോഡിമെട്ടിൻ്റെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. മോഡലായിട്ട് കുറേ സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ വരെ, ഇവിടുന്ന് ബാംഗ്ലൂർ വരെ പോകാനുള്ള സ്ഥലത്തിൻ്റെ പോലും ദൂരമൊക്കെ അവിടെ എഴുതി വെച്ചൊരു ബോർഡ്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേക കാഴ്ചകൾ. പിന്നെ പണ്ട് കാലത്ത് ഈ ബോഡിമെട്ട് എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. കാരണം ഇതുപോലെ കയറ്റം കയറി ചെന്ന വണ്ടികൾ, മിക്കവാറും ചുരം കയറി വരുന്ന വണ്ടികളൊക്കെ കുറച്ച് നേരം ഒരു ചെറിയ വിശ്രമത്തിനായിട്ടും ചായ കുടിക്കുന്നതിനൊക്കെ ആയിട്ട് നിർത്തുന്ന കടകളാണ്. ഇവിടെ ഒരു 1-2 ചായക്കടകളുണ്ട്. ഇപ്പോൾ സ്ഥിരമായ ബസ്സുകാർ കയറുന്ന ഏതെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു കടയുണ്ട്. അവിടെയായിരിക്കും മിക്കവാറും ഇവരൊക്കെ കയറുന്നത്. അതുപോലെ തന്നെ ഇത് എക്സ്പ്രസ് ബസ്സാണ്. പോയിൻ്റ് ടു പോയിൻ്റ് ബസ്സുകളൊക്കെയാണ് ചിലത്.
അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ കയറി ചായ കുടിയൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തിരിക്കുകയാണ്. ആ ഒരു ചായക്കട വളരെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു ഇതാണ്. ഞാനൊരു പൊങ്കലും ഒരു പൂരിയുമാണ് കഴിച്ചത്. അതിന് ഏകദേശം 70 രൂപയാണ് ഒരു പൊങ്കലും ഒരു പൂരിയും കഴിച്ചപ്പോൾ. 70-80 രൂപകളാണ് എനിക്കായത്. അത്ര വലിയ ചാർജൊന്നുമില്ല. മിക്കവാറും പൊങ്കൽ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ഏകദേശം 60 രൂപ മുതൽ 90 രൂപ 100 രൂപ വരെ ഈടാക്കുന്ന 110 രൂപയൊക്കെ ഈടാക്കുന്ന മിക്കവാറും ഹോട്ടലുകളുണ്ട്. കുറച്ചുകൂടെ പോഷ് ഹോട്ടലാണെങ്കിൽ വലിയ ചാർജൊക്കെ ആയിരിക്കും. ഏതായാലും നമ്മൾ ഈ ചുരം ഇറങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ഹെയർ പിൻ തന്നെ നമ്മളിപ്പോൾ വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വീണ്ടും ആ പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയുന്ന പോലെ തന്നെ എന്ന് നമുക്ക് പറയാവുന്നത് പോലെ തന്നെ ഉള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് താഴെയുള്ള സ്ഥലങ്ങളുടെയും അപ്പുറം നിൽക്കുന്ന ആ സഹ്യപർവ്വത മലനിരകളുടെയൊക്കെ കാഴ്ചകൾ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. വീണ്ടും ഇത് 2ാമത്തെയോ 3ാമത്തെയോ മറ്റോ ഹെയർ പിന്നാണ്. പക്ഷേ ഈ ഹെയർ പിൻ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ നോക്കുക, അത് വളരെ സെറ്റപ്പായിട്ടാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത്. മണ്ണിടിയാത്ത രീതിയിൽ തന്നെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് അത് ആ സൈഡ് കെട്ടിയൊക്കെയാണ് അത് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം താഴെ റോഡ് വരുന്ന ഇതുകൊണ്ട് മണ്ണ് ഇടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാകുന്നുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. ചില വളവുകൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പുളഞ്ഞ് ഇറങ്ങി പോകുന്ന വഴികൾ. ഏതായാലും ഇതിലുള്ള യാത്ര ഈ പ്രത്യേകിച്ച് ചെറിയ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ആസ്വാദ്യകരമായ ഒരു യാത്ര തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ കടന്നു പോകുന്ന വഴിക്ക് ചിലപ്പോൾ കാണുന്ന കാഴ്ചകളിൽ മിക്കവാറും താഴെയുള്ള ബോഡിമെട്ട് പട്ടണത്തിൻ്റെയൊക്കെ കാഴ്ചകളിലേക്ക് നമുക്ക് കാണാറുണ്ട്. അതുപോലെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴും താഴെ ബോഡിമെട്ടിൻ്റെയും ഒക്കെ കാഴ്ചകൾ, അവിടുത്തെ തമിഴ്നാട്ടിലെ കുറേ കൃഷി സ്ഥലങ്ങളുടെയൊക്കെ സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളീ പോകുന്ന സമയത്തും ഓരോ വളവ് തിരിഞ്ഞു വരുമ്പോഴും ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേക കാഴ്ചകൾ, ഇതുപോലെയുള്ള വലിയ കീഴ്ക്കാന്തൂക്കായിട്ടുള്ള വലിയ മലനിരകളുടെ കാഴ്ചകളാണ് വലത്തോട്ടുള്ള വളവ് വളഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരെ തിരിച്ച് നമ്മൾ ഇടത്തോട്ടാണെങ്കിൽ ആ താഴെയുള്ള കൃഷിഭൂമികളുടെയും ബോഡിമെട്ട് ടൗണിൻ്റെയൊക്കെ കാഴ്ചകൾ ആണ്. ഈ ഒരു മലനിരകൾ കണ്ട ശരിക്കും ഒരു പച്ചപ്പ് കൊണ്ട് മൂടി പൊതിച്ച് കിടക്കുന്ന മലനിരകൾ. നമ്മൾ ഒരു 2 ആഴ്ചയുടെ കഴിഞ്ഞാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇതിൽ കടന്നു പോകുന്നതെങ്കിൽ ശരിക്കും ഒരു പക്ഷേ ഈ കോടയൊക്കെ ഈ വഴിക്കെല്ലാം ഉണ്ടാവും. ഈ മലകളൊക്കെ ഈ കോട പൊതിച്ച് കിടക്കുന്ന ഒരു കാഴ്ചകളൊക്കെ ആയിരിക്കും. നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ സാധാരണ കിട്ടിക്കൊള്ളുന്നില്ല. വളരെ റെയറായിട്ടാണ് കാലത്ത് നമ്മൾ ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇത്രയും കൃത്യമായിട്ടുള്ളൊരു വ്യൂ, ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു കാഴ്ചകൾ മിക്കവാറും ഞാൻ പോകുമ്പോൾ തന്നെ 1-2 പ്രാവശ്യമൊക്കെയാണ് നമുക്ക് ഇതുപോലത്തെ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള കാഴ്ചകൾ കിട്ടിയിരുന്നത്. മിക്കവാറും നല്ല രീതിയിലുള്ള കോട ഒക്കെ ഈ വഴിക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഇച്ചിരി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മുടെ കണ്ടക്ടർ ഇട്ടിരിക്കുന്ന സ്വെറ്ററൊക്കെ പുള്ളി അഴിച്ച് അതിൻ്റെ കമ്പിയിലേക്ക്, ബസ്സിൻ്റെ ഒരു കമ്പിയിലേക്ക് തൂക്കിയിട്ടുണ്ട്. ഇത് താഴ്ന്നു വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ഹെയർ പിന്നിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബോഡി നായ്ക്കന്നൂരിലേക്കുള്ള വഴിയെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനി ബോഡിയിൽ നിന്നുള്ള കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ.